സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം ചേലമ്പ്രം സ്വദേശി ഷാജിയാണ് മരിച്ചത്. ഒരു മാസത്തിനിടെ 6 പേരാണ് രോഗം ബാധിച്ച് മരിച്ചത്. വിവരങ്ങളുമായി അനഘ ഹർഷനാണ് ചേരുന്നത്. അനഘ, ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നു, ഒപ്പം തന്നെ ആശങ്കയായി മാറുന്നുണ്ട് ഈ മസ്തിഷ്ക ജ്വരബാധ. എന്താണ് വിവരങ്ങൾ? രാഖി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്ന മലപ്പുറം ചേലമ്പ്രം സ്വദേശിയായിട്ടുള്ള 47 വയസ്സുകാരൻ ഷാജിയാണ് ഇന്ന് രാവിലെ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത്. കഴിഞ്ഞ 2 ആഴ്ചയോളം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. മാത്രമല്ല, ഇയാൾക്കൊപ്പം ചികിത്സയിൽ ഉണ്ടായിരുന്ന വയനാട് സ്വദേശിയുടെ നില അതീവ ഗുരുതരമാണ് എന്ന വാർത്ത കൂടിയാണ് പുറത്തുവരുന്നത്. നിലവിൽ 10 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളത്. ഇതിൽ 2 പേർക്ക് ഇന്നലെയാണ് രോഗം സ്ഥിരീകരിച്ചത്. മലപ്പുറം സ്വദേശിയായിട്ടുള്ള 10 വയസ്സുകാരിക്കും അതുപോലെ തന്നെ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള 30 വയസ്സുകാരിക്കും ഇന്നലെ പുതുതായി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ 2 മാസത്തിനിടെ 6 മരണമാണ് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്ന് രാവിലെയും നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരത്തിൽ തുടരെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും രോഗം സ്ഥിരീകരിക്കുമ്പോൾ പോലും കൃത്യമായിട്ട് ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നുകൂടി പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു ജാഗ്രതാ നിർദ്ദേശം ജില്ലയിൽ നൽകുന്നുണ്ട്. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന വയനാട് സ്വദേശിയുടെ നില കൂടി അതീവ ഗുരുതരമായി തുടരുകയാണ് എന്ന വാർത്തയാണ് ആശുപത്രിയിൽ നിന്ന് പുറത്തുവരുന്നത്. രാഖി.